അതല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പൊ ചില ഡയറക്ടേഴ്സ് നമ്മളെ ഞെട്ടിച്ചോളെ ചില ആൾക്കാര്. ഇപ്പൊ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഞാനൊരു 3 ദിവസം മുമ്പ് ഒരു ആഡ് ചെയ്തു. ഒരു മീഡിയം കേറാൻ എന്ന് പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യാൻ ദുബായി പോവാ. അത് തൊട്ട് മുമ്പ് ഒരു ആഡ് ചെയ്തു. അപ്പൊ അത് ഗപ്പി അമ്പിളിക്കും ഡയറക്ട് ചെയ്ത് ജോണാണ് ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞത്. ഓക്കെ. ജോണിന് ലാസ്റ്റ് മൂമെന്റ് വരാൻ പറ്റില്ല. അപ്പൊ ജോൺ പറഞ്ഞു ചേട്ടാ ഞാനില്ല. എന്നേക്കാൾ നല്ലൊരാളെ തരാം എന്നിട്ട് എന്റെ അസോസിയേറ്റ് എന്താ വരുന്നത്. അപ്പൊ ജിത്തു ദാമോദർ ആവേശം, രോമാഞ്ചം, അപ്പൊ ഭയങ്കരക്ക് റൈറ്റ് ചെയ്ത്. അപ്പൊ ജിത്തു വരുന്നു. ജിത്തു നമ്മൾ പോയിരുന്നു എല്ലാം പ്ലാൻ ചെയ്യുന്നു. ഇച്ചിരി വലിയ കടായിരുന്നു. അതിലും ഫസ്റ്റ് ഞാൻ ഒരു ഫ്രെയിം വെച്ചു. ഫസ്റ്റ് ഫ്രെയിം വെച്ചപ്പോൾ തന്നെ ജിത്തു ഇങ്ങനെ മാറിയിരിക്കുന്നുണ്ട്. ജിത്തു എന്തൊക്കെ നല്ലതായിട്ട് ഇത് നല്ല രസമുണ്ട്. ഫ്രെയിം വെച്ച പോലെ ഉണ്ട്. ഒരു ഇച്ചിരി ക്യാമറ അങ്ങോട്ട് മാറ്റി വയ്ക്കുക. അതായത് ഇവിടെ വെച്ച ക്യാമറ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറ്റി വെച്ചാൽ അതൊരു പാക്ട് മൂവ് ഫീൽ മാറും. കറക്റ്റ് ആയിരുന്നു ഇത്. ഞാൻ ചെറിയ ആ ചെറിയ ഇതാ. ഡീറ്റെയിൽ. ഞാൻ അന്നോട്ട് ജിത്തുവിനെ ഇങ്ങനെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു ഞാൻ അതുവരെ കാണാത്ത ഒരു അപ്രോച്ച് ആയിരുന്നു. ആ അപ്രോച്ചിന്റെ ഉത്തരമാണ് ഈ ആവേശം പോലത്തെ സിനിമകളും. ഞാൻ അന്ന് പാക്കപ്പ് ആകുമ്പോൾ ഞാൻ എൻ്റെ അസോസിയേറ്റിനോട് പറഞ്ഞു. ഇപ്പം വേറെ ലെവലിൽ